പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പുട്ടാണ് കേട്ടോ. അപ്പോൾ പല രീതിയിലുള്ള പുട്ടുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. മാമ്പഴപ്പുട്ട്, ഉള്ളിപ്പുട്ട്, മസാലപ്പുട്ട്, ചീരപ്പുട്ട്, ഇങ്ങനെയൊക്കെ. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പുട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം, ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് പുട്ടിനുള്ള പൊടി നമുക്കൊന്ന് നനച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ പുട്ടിന് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊന്നും നമുക്ക് അളവ് പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ 2 പേരുള്ള വീട്ടിൽ കുറച്ച് മതി, 4 പേര് കാണും ചില വീടുകളിൽ. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു, അതിലേക്ക് ഉപ്പിട്ടൊന്ന് മിക്സാക്കി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കാം. അപ്പം നല്ല തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടിയാണ് പുട്ടിന് എപ്പോഴും ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ആ പുട്ടുപൊടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരല്പം വെള്ളം ഒന്ന് കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ച് എടുക്കുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റായിട്ട് മാവ് കിട്ടും. ഇപ്പം നനച്ചൊന്ന് മാറ്റി വെച്ച് ഞാൻ മാവ്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്നവരങ്ങനെ ചെയ്യരുത് കേട്ടോ, ചൂടാ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് മാറ്റാം. അപ്പോൾ ഇത് ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി തീർന്നതിന് ശേഷം കറിലീഫ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവാള. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇച്ചിരി പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് നമുക്ക് ഗരം മസാല, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലെല്ലാം പച്ചമണം എല്ലാം നല്ലപോലെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി എരി കുറച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ സോയാ ചങ്ക്സും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ജലാംശം എല്ലാം മാറി നല്ലതുപോലെ ഒന്നാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അരപ്പെല്ലാം മസാല റെഡി ആയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ചേർക്കേണ്ടതാണ് കേട്ടോ. ചേർത്തിട്ട് വേണം, ഞാൻ ഇത് എടുത്തത് തെറ്റിപ്പോയതാ. ഇനി നമുക്കിതിൽ കുറച്ച് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മുകളിൽ മാവ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ആവശ്യത്തിനുള്ള മാവ് വെച്ചതിന് ശേഷം മുകളിലായിട്ട് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കുക. ഇതിനകത്ത് നല്ല ഫില്ലിങ് ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നമുക്കിത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബീഫൊക്കെ കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു പ്രതീതി കിട്ടും നമുക്ക്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആ മാവ് നമ്മൾ കുക്കറിലോട്ട് വെച്ച് ഇതുപോലെ ഒന്ന് ആവികേറ്റി എടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പഴമോ കറിയോ ഒന്നും വേണ്ട. കാരണം നമ്മളിതിനകത്ത് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ടുണ്ട്, നല്ല ആവശ്യത്തിനുള്ള എരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഞാനപ്പം പുട്ടുകുറ്റി കൂടെ ഒരെണ്ണം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.